എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ പള്ളിയിൽ നടന്നൊരു തിരുക്രമത്തെ കുറിച്ച് നിങ്ങളോട് പറയണം എന്ന് തോന്നി. സെറിബ്രൽ പാൾസി ബാധിച്ചൊരു കൊച്ചുമകൾ ഇന്ന് ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിച്ചു. നമ്മൾ സാധാരണ വിചാരിക്കാറുണ്ട് വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്ത് അതിന് അർഹരായിട്ട് മാറണം, വലിയ തയ്യാറെടുപ്പുകൾ നടത്തണം എന്നൊക്കെ. പക്ഷെ ആ മകൾ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ഈശോയെ സ്വീകരിച്ച നിമിഷം എനിക്ക് മനസ്സിലായി, കുർബാന നമ്മൾ നേടിയെടുക്കുന്നതല്ല, മറിച്ച് അതൊരു വലിയ ദാനമാണ്. ഒന്നും ചെയ്യാൻ കഴിയാത്ത അശക്തരായ മക്കളെയും ദൈവം എത്രമാത്രം സ്നേഹത്തോടെയാണ് ചേർത്ത് പിടിക്കുന്നത് എന്ന് ഇന്ന് പള്ളിയിലുണ്ടായിരുന്ന എല്ലാവർക്കും ബോധ്യമായി. ഈശോയെയും കൊണ്ട് ഞാൻ അവളുടെ അടുക്കിലേക്ക് ചെന്നപ്പോൾ അതുവരെ അല്പം മയക്കത്തിലായിരുന്ന കുഞ്ഞ് പെട്ടെന്ന് തല ഉയർത്തി. ഒരു വലിയ സന്തോഷം അവളുടെ മുഖത്ത് വിരിഞ്ഞു. അവൾ തന്റെ കുഞ്ഞു കൈകൾ കൂട്ടിത്തട്ടി ആനന്ദം പ്രകടിപ്പിച്ചു. ബൈബിളിൽ മറിയം എലിസബത്തിനെ കാണാൻ പോയപ്പോ എലിസബത്തിന്റെ വയറ്റിൽ കുഞ്ഞ് തുള്ളിച്ചാടിയ സംഭവം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ആ കുഞ്ഞിന്റെ ആത്മാവ് ഉള്ളുകൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ പള്ളിയിലുണ്ടായിരുന്നവരുടെ ഒക്കെ കണ്ണു നിറഞ്ഞു. പാട്ടുപാടി എന്ന പയ്യന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ദേവാലയ ശുശ്രൂഷി പറഞ്ഞത് അവനും അറിയാതെ കരഞ്ഞുപോയി എന്നാണ്. പിന്നെ അവളുടെ അമ്മ കുഞ്ഞിന്റെ അവസ്ഥ അറിഞ്ഞിട്ടും സ്വന്തം ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ച് തളരാതെ അവൾ ഇത്രയും കാലം താങ്ങിക്കൊണ്ട് നടന്ന അമ്മയുടെ കണ്ണുനീർ അത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ഉള്ളുലച്ച് കളഞ്ഞു. നമ്മൾ പലതും വലിയ കാര്യങ്ങളായിട്ട് കരുതുന്നുണ്ട്. പക്ഷെ ദൈവത്തിന്റെ സ്നേഹം എത്രമാത്രം വലുതാണെന്ന് ആ കുഞ്ഞും ആ കുടുംബവും ഇന്ന് നമ്മളെ കാണിച്ചു തന്നു. ആ മകൾക്കും അവളുടെ കുടുംബത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.